ഹായ്, CA ഫൗണ്ടേഷൻ്റെ പേപ്പർ 4 ആയ ബിസിനസ് എക്കണോമിക്സിൻ്റെ ചാപ്റ്റർ 2 തിയറി ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന ചാപ്റ്ററിലെ യൂണിറ്റ് 1 ദ ലോ ഓഫ് ഡിമാൻഡ് എന്ന പോർഷനാണ് നോക്കാൻ പോകുന്നത്. ഡിമാൻഡ് ഫംഗ്ഷൻ വരെയുള്ള പോർഷൻ പ്രീവിയസ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്തവർ പോയി ഇത് കാണുക. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ലോ ഓഫ് ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്താ? ദ ലോ സ്റ്റേറ്റ്സ് ദ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ പ്രോഡക്റ്റ് ആൻഡ് ഇറ്റ്സ് പ്രൈസ്. സോ ഇതെങ്ങനെ പറയാം? ഒരു ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസും തമ്മിലുള്ള റിലേഷനാണ്. ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡും അതേപോലെ അതിൻ്റെ പ്രൈസും തമ്മിലുള്ള റിലേഷനാണ് ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്നത്. ഡിമാൻഡും പ്രൈസും അല്ല, ക്വാണ്ടിറ്റി ഡിമാൻഡും പ്രൈസും. ഈ ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട് കേട്ടോ. അത് അപ്കമിങ് പോർഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് നോക്കാം. സോ ഇത് ആരെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? ആൽഫ്രഡ് മാർഷൽ. ഈ പേര് നോട്ട് ചെയ്ത് വെച്ചോ. സോ ഈ ലോ ഓഫ് ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്താ, എക്സാക്ട്ലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നേരം നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നോക്കിയതാണ്. ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടുക എന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കുറയുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കൂടും. അതേപോലെ അതിൻ്റെ പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും, പ്രൈസ് കൂടുമ്പോഴും അതിൻ്റെ ഡിമാൻഡ് കുറയും. അതാണ് ദി എമൗണ്ട് ഡിമാൻഡഡ് ഇൻക്രീസസ് വിത്ത് ഫോൾ ഇൻ പ്രൈസ്. പ്രൈസ് എപ്പോഴാണ് കുറയുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കൂടും. അതേപോലെ റൈസ് ഇൻ പ്രൈസ്, അതായത് അതിൻ്റെ ഡിമാൻഡ് എപ്പോഴാണ് കുറയുന്നത്? ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂടുമ്പോൾ. സിമ്പിളായിട്ട് നോക്കുമ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂടുമ്പോൾ കൺസ്യൂമേഴ്സ് അത് വേണ്ടാന്ന് വെക്കും. അതേപോലെ ആ പ്രോഡക്റ്റിൻ്റെ കുറയുമ്പോഴോ കൺസ്യൂമേഴ്സ് കൂടുതലായിട്ട് ഇത് വാങ്ങാൻ ട്രൈ ചെയ്യും. അത്രേ ഉള്ളൂ ലോ ഓഫ് ഡിമാൻഡിൽ മെൻഷൻ ചെയ്തത്. ഇതിൽ എപ്പോഴും അതർ തിങ്സ് ബീങ് ഈക്വൽ. സോ ഇത് ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ്, അതർ തിങ്സ് ബീങ് ഈക്വൽ. അതർ തിങ്സ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? ഇന്ന് നമ്മൾ കഴിഞ്ഞ പോർഷനിൽ നോക്കിയതാണ്. പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ്, ഇൻകം ഓഫ് കൺസ്യൂമേഴ്സ്, ടേസ്റ്റ്, പ്രിഫറൻസ്, അതേപോലെ അതർ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് ഫാക്ടേഴ്സ്, ഡിമാൻഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കിയതാണ്. അതാണ് ഇത് പറയുന്നത്. അതേപോലെ ഈ പ്രൈസും ഡിമാൻഡും എങ്ങനെയായിരിക്കും? പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? സോ അതർ ഫാക്ടർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് അസംഷൻ ഇൻ ദ ലോ ഓഫ് ഡിമാൻഡ്. ഒരു ഇൻഫർമേഷൻ പർപ്പസിനാണ് കൊടുത്തിരിക്കുന്നത്. അതർ ഫാക്ടേഴ്സ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് അസംഷൻ ഇൻ ദ ലോ ഓഫ് ഡിമാൻഡ്. ഓക്കെ അല്ലേ? അടുത്ത് നമ്മൾ പോർഷൻ നോക്കാം. ഡിമാൻഡ് ഷെഡ്യൂൾ. ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് വെച്ചാൽ എന്താ? ഡിമാൻഡ് ഷെഡ്യൂൾ ഈസ് ഒരു ടേബിളാണ് ഷോയിങ് ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ദ ബയ്യർ വുഡ് ചൂസ് ടു പർച്ചേസ് അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ് പെർ യൂണിറ്റ് ഓഫ് ടൈം വിത്ത് അതർ വേരിയബിൾസ് ഹോൾ കോൺസ്റ്റൻറ്റ്. സോ ഇത് തിയറി ആയിട്ട് നോക്കുന്ന മുമ്പ് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് നോക്കാം. എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഈ ടേബിൾ നമ്മളൊന്ന് കൺസിഡർ ചെയ്യാം. ഇത് എന്തിനെ കുറിച്ചാണ് പറഞ്ഞേക്കണേ? ഇതൊരു ഡിമാൻഡ് ഷെഡ്യൂൾ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ബയർ എന്നാണ് കൊടുത്തേക്കണേ. ഇവിടെ പ്രൈസ് ഫസ്റ്റ് എന്നാ പറഞ്ഞേക്കണേ? പ്രൈസ് പെർ കപ്പ് ഓഫ് ഐസ്ക്രീം. ഒരു ഐസ്ക്രീം കപ്പിൻ്റെ ഒരു ഐസ്ക്രീമിൻ്റെ പ്രൈസ് എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ക്വാണ്ടിറ്റി ഓഫ് ഐസ്ക്രീം ഇവിടെ എന്താ കൊടുത്തേക്കുന്നത്? പെർ വീക്കിൽ എത്ര ഐസ്ക്രീം മേടിക്കും, അല്ലെങ്കിൽ എത്ര കപ്പ് ഓഫ് ഐസ്ക്രീം മേടിക്കും, അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സോ ഫസ്റ്റ് നോക്കാം. 60 റുപ്പീസിന് ഐസ്ക്രീം കൊടുക്കുമ്പോൾ വീക്കിലി എത്ര ഐസ്ക്രീം മേടിക്കും? 60 റുപ്പീസിന് ഐസ്ക്രീം കൊടുക്കുവാണെങ്കിൽ വീക്കിലി ഐസ്ക്രീം കൺസ്യൂം ചെയ്യില്ല. അതേ ഐസ്ക്രീം 50 റുപ്പീസിന് കൊടുക്കുവാണെങ്കിലോ 50 റുപ്പീസിനാണെങ്കിൽ വീക്കിലി 2 ഐസ്ക്രീം കപ്പ് കൺസ്യൂം ചെയ്യും കൺസ്യൂമേഴ്സ്. അതേപോലെ 10 രൂപയ്ക്ക് കൊടുക്കുവാണെങ്കിലോ 10 കപ്പ് ഐസ്ക്രീം വീക്കിലി. അതേപോലെ ഫ്രീ ആയിട്ട് കൊടുക്കുവാണെങ്കിൽ, 0 എന്ന് വെച്ചാൽ എന്താ? ഫ്രീ ആയിട്ട് കൊടുക്കുവാണെങ്കിൽ കൺസ്യൂമേഴ്സ് 12 കപ്പ് ഓഫ് ഐസ്ക്രീം കൺസ്യൂം ചെയ്യും. ഇതാണ് ഡിമാൻഡ് ഷെഡ്യൂൾ. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകണം? ഇപ്പം നമ്മൾ ഡെഫിനിഷൻ നോക്കാം. ഡിമാൻഡ് ഷെഡ്യൂൾ ഈസ് എ ടേബിൾ ഷോയിങ് ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ്. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ടേബിളാണ്, അതിൽ ഗുഡ്സിൻ്റെ ക്വാണ്ടിറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതല്ലേ ക്വാണ്ടിറ്റി? ഈ സൈഡാണ് ക്വാണ്ടിറ്റി, ഈ പോർഷനാണ് ക്വാണ്ടിറ്റി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. 0, 2, 4, 6, 8, 10, 12 ക്വാണ്ടിറ്റി ഓഫ് ഐസ്ക്രീം, അതാണ്. ഓക്കെ അല്ലേ? ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ. അതേപോലെ തന്നെ ദ ബയ്യർ വുഡ് ചൂസ് ടു പർച്ചേസ് അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ്. ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റി ഡിഫറെൻറ്റ് പ്രൈസ് എന്ന് വെച്ചാൽ 60, 50 അതേപോലത്തെ പ്രൈസ് ഇല്ലേ? 40, 30, 20, 10 അങ്ങനത്തെ പ്രൈസ് അല്ലേ? അതാണ് ഡിഫറെൻറ്റ് പ്രൈസസ് പെർ യൂണിറ്റ് ഓഫ് ടൈം വിത്ത് ഓൾ അതർ വേരിയബിൾസ് കോൺസ്റ്റൻറ്റ്. ഓൾ അതർ വേരിയബിൾസ് കോൺസ്റ്റൻറ്റ് നമ്മൾ ഇച്ചിരി മുമ്പ് പറഞ്ഞാണ്. ഡിമാൻഡിൽ ലോ ഓഫ് ഡിമാൻഡിൽ മാക്സിമം ടൈമിലും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും അതർ തിങ്സ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആക്കി വെക്കും. അതെന്തിനാന്ന് വെച്ചാൽ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള ഒരു റിലേഷനാണ് ഇവിടെ പറയാൻ ട്രൈ ചെയ്യുന്നത്. സോ അതർ തിങ്സ് അവിടെ അഫക്റ്റ് ചെയ്യില്ല, അതുകൊണ്ടാണ് അങ്ങനെ അത് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നത്. ഡിമാൻഡ് ഷെഡ്യൂൾ ഇപ്പോൾ മനസ്സിലായല്ലോ. ഒരു ടേബിൾ ആയിരിക്കും, അതിൽ ഒരു സൈഡിൽ പ്രൈസ് തരും, അതേപോലെ വേറൊരു സൈഡിൽ ക്വാണ്ടിറ്റി ഡിമാൻഡായിട്ട് തന്നിട്ടുണ്ട്. സോ എത്ര രൂപയ്ക്കാണ് എത്ര ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത്, അതൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി. ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇഫ് ദ ഐസ്ക്രീം ഈസ് ഫ്രീ,
അതായത് ഐസ്ക്രീം 0 ആയിരിക്കുമ്പോൾ എത്ര കൺസ്യൂം ചെയ്യും? 12 കപ്പ് ഓഫ് ഐസ്ക്രീം കൺസ്യൂം ചെയ്യില്ലേ? ഈ ജി നോക്കിക്കേ, ഇവിടെ 0 ആയിരിക്കുമ്പോൾ എത്ര കപ്പാണ് കൺസ്യൂം ചെയ്യുന്നത്? 12 കപ്പ് ഓഫ് ഐസ്ക്രീം കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? പിന്നെ എന്നാ പറയണേ? ആസ് ദ പ്രൈസ് റൈസസ്, പ്രൈസ് കൂടുമ്പോൾ ഷീ ബൈസ് ഫ്യൂവർ ആൻഡ് ഫ്യൂവർ കപ്പ് ഓഫ് ഐസ്ക്രീം. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്താ നോക്കിയേ, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ ഡിമാൻഡ് കുറയും. ഇവിടെ എന്താ ചെയ്തേക്കുന്നത്? 0 ഇരിക്കുമ്പോൾ കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്തു, 60 ഇരിക്കുമ്പോൾ ഡിമാൻഡ് ചെയ്യുന്നേ ഇല്ല. അതേപോലെ തന്നെ ഇൻക്രീസ്, ഇവിടെ പ്രൈസ് 10 രൂപയായിട്ട് കൂടുമ്പോൾ ഡിമാൻഡ് കുറഞ്ഞു, 12 10 ആയി. 20 രൂപയായിരിക്കുമ്പോഴോ ഇവിടെ 8 ക്വാണ്ടിറ്റി ഓഫ് ഐസ്ക്രീം എത്രയായി? കപ്പ് 8 ആയി. സോ ഇങ്ങനെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് കുറയും. സോ അത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന ടേബിൾ നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലേ? ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന ടേബിൾ നമ്മൾ നോക്കുമ്പോൾ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും. സോ അതാണ് ഇതിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതാണ് ഇൻവേഴ്സ് റിലേഷൻ എന്ന് പറയുന്നത്. പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡ് എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. ഓക്കെ അല്ലേ? ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവ് എന്ന് വെച്ചാൽ എന്താണ്? ഡിമാൻഡ് കർവ് ഇസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിമാൻഡ് ഷെഡ്യൂൾ. ഡിമാൻഡ് കർവ് നമ്മളിപ്പോൾ നോക്കിയ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് വെച്ചാൽ ഈ ടേബിളാണ്. ഈ ടേബിൾ സപ്പോസ് നിങ്ങൾക്ക് ഈ ഡിമാൻഡ് ഷെഡ്യൂൾ അല്ലെങ്കിൽ ഡിമാൻഡ് കർവ് എന്ന് വെച്ചാൽ അത് എന്താണെന്ന് ഡെഫിനിഷൻ വഴി മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ എക്സാമ്പിൾ ഓർക്കുക. നമ്മളിപ്പം ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഡിമാൻഡ് ഷെഡ്യൂളിൽ ഒരു ഇതായിട്ടല്ലേ തന്നിരിക്കുന്നത്, ഇവിടെ ഒരു എക്സ്പ്ലനേഷൻ പോലെയാണ് തന്നിരിക്കുന്നത്, ഒരു ഡെഫിനിഷനായിട്ട്. പക്ഷെ അതിന് നമ്മൾ എക്സാമ്പിൾ ഈ ഐസ്ക്രീമിൻ്റെ കേസ് നോക്കിയപ്പോൾ നമുക്ക് ക്ലിയർ ആയില്ലേ? ഐസ്ക്രീമിൻ്റെ കേസിൽ പൈസ കൂടി വരുന്നത് അനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും. പൈസ 30, 20, 10, 0 അങ്ങനെ വരുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. സോ ഈ കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയില്ലേ? അതുപോലെ തന്നെ അതുപോലെ നമുക്ക് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാക്കാത്ത ഡെഫിനിഷൻ നമ്മൾ എക്സാമ്പിൾ വഴി നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകും. സോ അങ്ങനെ നമ്മൾ നോക്കി പഠിക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി ഈസി ആയിരിക്കും. ഡിമാൻഡ് കർവ് എന്ന് വെച്ചാൽ എന്താ? ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിമാൻഡ് ഷെഡ്യൂൾ. ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് വെച്ചാൽ ഈ ടേബിൾ കൺസിഡർ ചെയ്യുക. ഇത് ടേബിൾ ഫോർമാറ്റിലാണ് തന്നിരിക്കണേ. ഇത് നമ്മൾ ഒരു ഗ്രാഫിൽ ഈ പോയിന്റ്സ് ഒക്കെ പ്ലോട്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു കർവ് കിട്ടും. ആ കർവ് ആണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. സോ അത് നമ്മൾ നോക്കാം. ഹൊറിസോണ്ടൽ ആക്സിസ്. ഈ ഡിമാൻഡ് കർവിൽ വെർട്ടിക്കൽ ആക്സിസ് ഉണ്ട്, ഹൊറിസോണ്ടൽ ആക്സിസ് ഉണ്ട് ഒരു ഗ്രാഫിൽ. സോ വെർട്ടിക്കൽ ആക്സിസിൽ എന്താ ഡെപിക്ട് ചെയ്തേക്കണം? വെർട്ടിക്കൽ ആക്സിസിൽ പ്രൈസും ഹൊറിസോണ്ടൽ ആക്സിസിൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ്. സോ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ഏത് ആക്സിസിലാണ്? ഹൊറിസോണ്ടൽ ആക്സിസ് എക്സ് ആക്സിസിലും വെർട്ടിക്കൽ ആക്സിസ് വൈ ആക്സിസിൽ എന്താ? പ്രൈസുമാണ് പറയുന്നത്. By plotting each pair of values as point on graph and joining the result points, we get the individual demand curve of the commodity. Individual demand curve of the commodity എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നോക്കിയത് എക്സാമ്പിൾ ആയിട്ട് തന്നെ നോക്കാം. സോ ഈ ഫിഗർ നോക്കുക. 60 റുപ്പീസ് ഇതെന്നാ? വൈ ആക്സിസിൽ എന്താ? പ്രൈസും എക്സ് ആക്സിസ് അതായത് ഹൊറിസോണ്ടൽ ആക്സിസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡും. ഇതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. 60 റുപ്പീസ് ആയിരിക്കുമ്പോൾ ആരെങ്കിലും കൺസ്യൂം ചെയ്യുന്നുണ്ടോ? 0 അല്ലേ ഇവിടെ. 50 റുപ്പീസ് ആയിരിക്കുമ്പോഴോ ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്രയാ? 2. ഓക്കെ ആണോ? 20 റുപ്പീസ് ആയിരിക്കുമ്പോഴോ 20 റുപ്പീസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്രയാ? 8. 0 ആയിരിക്കുമ്പോഴോ 12 ക്വാണ്ടിറ്റി ഡിമാൻഡ് 12. സോ ഇത് മനസ്സിലായോ? ഇത് നമുക്ക് ഇത് വരച്ചതുകൊണ്ട് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഷോ ദ റിലേഷൻഷിപ്പ് between the quantity of goods the buyer are willing to buy at a price of the good. Relationship between the quantity of a good that buyers are willing to buy and the price of the goods. So relationship between the പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും നമ്മളിത് നോക്കുമ്പോൾ മനസ്സിലാകുമല്ലോ. 50 റുപ്പീസിന് 2 രൂപ അല്ലെങ്കിൽ 2 കപ്പ് ഓഫ് ഐസ്ക്രീം ഡിമാൻഡ് ചെയ്യുന്നുണ്ട് കൺസ്യൂമേഴ്സ്. അതേപോലെ 20 റുപ്പീസിനോ 8 കപ്പ് ഓഫ് ഐസ്ക്രീം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ ഡിമാൻഡ് കർവ് നമുക്ക് നോക്കി ഒരു പ്രോഡക്റ്റിനെ കൺസ്യൂമേഴ്സ് എത്ര രൂപയ്ക്ക് എത്ര ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദിസ് ഈസ് കോൾഡ് ഡിമാൻഡ് കർവ് ഫോർ ഐസ്ക്രീം ആൻഡ് ഷോ ദ ക്വാണ്ടിറ്റി ഓഫ് ഐസ്ക്രീം ദാറ്റ് കൺസ്യൂമർ വുഡ് ലൈക്ക് ടു ബൈ. ഓക്കെ ആണോ? ദ നെഗറ്റീവ് ഓർ ഡൗൺവേർഡ് സ്ലോപ്പ് ഇൻഡിക്കേറ്റ്സ് ദ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് ഇൻക്രീസസ് ആസ് പ്രൈസ് ഫോൾസ്. ഇത് ഡിമാൻഡ് കർവ് നമ്മൾ നോക്കുമ്പോൾ ഇത് ഏത് സ്ലോപ്പ് എങ്ങനെയായിരിക്കും? ഡൗൺവേർഡ് സ്ലോപ്പ് അല്ലേ? ഡൗൺവേർഡ് സ്ലോപ്പ് എന്ന് വെച്ചാൽ നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. അതിൻ്റെ റീസൺ ആണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുമ്പോൾ അത് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. എപ്പോഴാണ്? പ്രൈസ് കുറയുമ്പോൾ. ഈ പ്രൈസ് ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് എങ്ങോട്ടായിരിക്കും? ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് ഡിമാൻഡ് കർവിന് എപ്പോഴും ഡൗൺവേർഡ് സ്ലോപ്പ് ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ അല്ലേ?
സ്ലോപ്പ് ഓഫ് ഡിമാൻഡ് കർവ് ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഇക്വേഷൻ പോലെ തന്നിട്ടുണ്ട്, ഒരു ഫോർമുല ആയിട്ട് തന്നിട്ടുണ്ട്. സ്ലോപ്പ് ഓഫ് ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്താ? ഡെൽറ്റ പി ബൈ ഡെൽറ്റ ക്യൂ. ഡെൽറ്റ പി എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ദ പ്രൈസ്, അതായത് വെർട്ടിക്കൽ ആക്സിസിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഡിവൈഡഡ് ബൈ ഹൊറിസോണ്ടൽ ആക്സിസ്, അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോഴാണ് സ്ലോപ്പ് ഓഫ് ദ ഡിമാൻഡ് കർവ് കിട്ടുന്നത്. സോ ജസ്റ്റ് ഇത് ഓർത്ത് വെച്ചോ. The demand curve for good does not have to be linear or straight line, non-linear. ഡിമാൻഡ് കർവ് ഫോർ എ ഗുഡ് ഡസ് നോട്ട് ഹാവ് ബി ലീനിയർ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഇവിടെ നോക്കിക്കേ, ഈ ഡിമാൻഡ് കർവ് എങ്ങനെയായിരിക്കും? ഈ ഡിമാൻഡ് കർവിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, അതായത് ഇതിൻ്റെ സ്ലോപ്പ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. പക്ഷേ ഡിമാൻഡ് കർവ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണമെന്നില്ല, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണമെന്നില്ല, അത് നോൺ ലീനിയർ ആയിരിക്കാം, ലീനിയർ ആകാതെ നോൺ ലീനിയറും ആയിരിക്കാം, അതാണ് ഇവിടെ പറയുന്നത്. പക്ഷേ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് ഡിമാൻഡ് കർവ്. സോ ഇവിടെ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ, അടുത്ത പോർഷൻ. മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് വെച്ചാൽ എന്താണ്? മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ നമ്മൾ നോക്കിയതാണ്. ഐസ്ക്രീമിൻ്റെ കേസ് എടുത്താൽ മതി. നമ്മൾ എത്ര രൂപയ്ക്ക് എത്ര ക്വാണ്ടിറ്റി ഓഫ് ഐസ്ക്രീം കൺസ്യൂം ചെയ്യും പെർ വീക്ക്, അതല്ലേ ഡിമാൻഡ് ഷെഡ്യൂൾ. സോ ആ എക്സാമ്പിൾ ഓർക്കുന്നുണ്ടല്ലോ ഡിമാൻഡ് ഷെഡ്യൂളിൻ്റെ. സോ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് വെച്ചാൽ എന്താ? മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കാം. ഡിമാൻഡ് ഷെഡ്യൂളിൻ്റെ കേസിൽ ഐസ്ക്രീമിൽ ഒരു കൺസ്യൂമർ പെർ വീക്ക് എത്ര കൺസ്യൂം ചെയ്യും, എത്ര രൂപയ്ക്ക് എത്ര കൺസ്യൂം ചെയ്യുന്നു പെർ കൺസ്യൂമർ, അതായത് ഒരു കൺസ്യൂമറുടെ കേസിൽ നോക്കിയത്. ഇവിടെ രണ്ട് കൺസ്യൂമർ എ ബി എന്ന രണ്ട് കൺസ്യൂമറിനെ അസ്യൂം ചെയ്യുക. 0 പ്രൈസ് ഓഫ് ഗുഡ് എക്സ് എന്ന ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് 0 ആയിരിക്കുമ്പോൾ കൺസ്യൂമർ എ 3 യൂണിറ്റ് ഡിമാൻഡ് ചെയ്യും, കൺസ്യൂമർ ബി എത്രയാണ് 2 യൂണിറ്റ് ഡിമാൻഡ് ചെയ്യുമെന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, അങ്ങനെ 30 രൂപ ആകുമ്പോഴോ 0 രണ്ട് കൺസ്യൂമേഴ്സിനും 2 യൂണിറ്റും അല്ലെങ്കിൽ ആ കമ്മോഡിറ്റി എക്സ് എന്ന കമ്മോഡിറ്റി വേണ്ട, അതുകൊണ്ട് 0 ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇതിലെന്താ പറയുന്നത്? When we add up various quantity demanded by different consumers in the market, we can obtain demand schedule. അതായത് ഡിമാൻഡ് ഷെഡ്യൂൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഡിമാൻഡ് ഷെഡ്യൂൾ ഒരു കൺസ്യൂമറും പ്രൈസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്ര 60 രൂപയ്ക്ക് ഐസ്ക്രീം എത്ര കപ്പ് ചെയ്തു, 12 കപ്പ്, അല്ലെങ്കിൽ 60 രൂപയ്ക്ക് കൺസ്യൂമേഴ്സ് അവിടെ ഒന്നും കൺസ്യൂം ചെയ്തില്ല, അതേപോലെ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ 12 കപ്പ് ഓഫ് ഐസ്ക്രീം കൺസ്യൂം ചെയ്തു. ഇവിടെ ആണെങ്കിൽ എ ബി എന്ന രണ്ട് കൺസ്യൂമേഴ്സ് ഉണ്ട്. സോ ഇവിടെ 3+2 എന്നാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഡിമാൻഡ് ഷെഡ്യൂളിനെ കൺസിഡർ ചെയ്യുമ്പോൾ ടോട്ടൽ മാർക്കറ്റ് ഡിമാൻഡ് അല്ലെങ്കിൽ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ പ്രോഡക്റ്റ് എക്സ് ആണ് ഇവിടെ അസ്യൂം ചെയ്തിട്ടുണ്ട്. പ്രോഡക്റ്റ് എക്സിൻ്റെ വാല്യൂ അല്ലെങ്കിൽ പ്രോഡക്റ്റ് എക്സിനെ രണ്ടുപേരും എ ബി രണ്ട് കൺസ്യൂമേഴ്സും എ എന്ന കൺസ്യൂമർ 3 യൂണിറ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, ബി എന്ന കൺസ്യൂമറോ 2 യൂണിറ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ടോട്ടൽ മാർക്കറ്റ് ഡിമാൻഡ് എത്രയായിരിക്കും? 5 ആയിരിക്കും. അതുപോലെ ഇവിടെയോ 2 യൂണിറ്റും 1 യൂണിറ്റും, അപ്പോൾ 3. അങ്ങനെയാണ് ഇവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ഈ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്. മാർക്കറ്റ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഗീവ് ഓൾട്ടർനേറ്റീവ് എമൗണ്ട് ഫോർ എ കമ്മോഡിറ്റി. ഓൾട്ടർനേറ്റീവ് എമൗണ്ട് രണ്ടുപേര് 2 യൂണിറ്റിൽ പറയുന്നത് അവിടെ, അതുകൊണ്ടാണ് ഡിമാൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓൾട്ടർനേറ്റീവ് എമൗണ്ട് ഫോർ എ കമ്മോഡിറ്റി അറ്റ് വേരിയസ് പ്രൈസസ്. ഓൾട്ടർനേറ്റീവ് പ്രൈസ് ഡിഫറെൻ്റ് ആകുമ്പോൾ ഡിഫറെൻറ്റ് യൂണിറ്റിൽ അവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാം അതർ തിങ്സ് ബീങ് കോൺസ്റ്റൻ്റ് ആണ് പറയുന്നത്. ഓക്കെ അല്ലേ? അതേപോലെ ഇവിടെ പറയുന്നത് ബോത്ത് എ ആൻഡ് ബി ഡു നോട്ട് ബൈ എക്സ് ദെയർഫോർ മാർക്കറ്റ് ഡിമാൻഡ് ഈസ് 0. ഇവിടെ പ്രൈസ് 30 റുപ്പീസ് ആയിരിക്കുമ്പോൾ 30 റുപ്പീസ് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ എ ബി രണ്ടുപേരും ഗുഡ്സ് അവർ ഡിമാൻഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് അവിടെ മാർക്കറ്റ് ഡിമാൻഡ് എന്തായിരിക്കും? ഇവിടെ 0 ആയിരിക്കും. അതേപോലെ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ ഓൾസോ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഇവിടെ എങ്ങനെയാണ്? പ്രൈസ് 10 ആയിരിക്കുമ്പോൾ 3 യൂണിറ്റ് ഡിമാൻഡ് ചെയ്തു, 30 ആയിരിക്കുമ്പോൾ ഡിമാൻഡ് ചെയ്യുന്നില്ല, പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതോടെ ഇവിടെ പ്രൈസ് എന്തായിരിക്കും? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, 30 റുപ്പീസിലേക്ക് മാറുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയോ ഡിമാൻഡ് എന്താ? ഡിമാൻഡ് കുറഞ്ഞ് 0 വരെ മാറി. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. അതാണ് ഇവിടെ പറയുന്നത്. മാർക്കറ്റ് ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവ് എന്ന് വെച്ചാൽ എന്താ? ഡിമാൻഡ് കർവ് എന്ന് വെച്ചാൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിമാൻഡ് ഷെഡ്യൂളാണ് ഡിമാൻഡ് കർവ്. അപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് കർവോ നമുക്ക് അസ്യൂം ചെയ്യാനുള്ളതേ ഉള്ളൂ. മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് വെച്ചാൽ എന്താ? മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു ടേബിൾ വരച്ചിട്ടുണ്ടല്ലോ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂളിൻ്റെ. ഈ രണ്ട് ഷെഡ്യൂളും നമ്മൾ ഒന്നിച്ച് ഒരു കർവ് ആയിട്ട് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന കർവാണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സോ അത് നോക്കാം. ഈ ഫിഗർ വെച്ച് നോക്കാം. കൺസ്യൂമർ എ, കൺസ്യൂമർ ബി. ഇതിലെന്താ പറഞ്ഞേക്കുന്നത് വെച്ചാൽ 30 യൂണിറ്റ്സ് ഫസ്റ്റ് കൺസ്യൂമർ എയുടെ കേസാണ് എടുത്തേക്കുന്നത്. 30 യൂണിറ്റ്സ് ഗുഡ്സ് പ്രൈസ് ആകുമ്പോൾ ഇവിടെ 30 യൂണിറ്റ് പ്രൈസ് 30 ആകുമ്പോൾ രണ്ടുപേരും 0 അല്ലേ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. കൺസ്യൂമർ എ ഇവിടെ y ആക്സിസിൽ പ്രൈസും ഇവിടെയോ ക്വാണ്ടിറ്റിയുമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ?
30 rupees ആണെങ്കിലോ 0, ഡിമാൻഡ് എത്രയായിരിക്കും 0. 20 rupees വരുമ്പോഴോ 1 യൂണിറ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. 10 rupeesന് വരുമ്പോഴോ 2 യൂണിറ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. 20 rupeesന് 1 യൂണിറ്റും 10 rupeesന് 2 യൂണിറ്റും ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ കൺസ്യൂമർ ബി എങ്ങനെയാണ്? ഇവിടെ കൺസ്യൂമർ ബി എന്താ നോക്കിയേ. കൺസ്യൂമർ ബി 20ൽ 0 എന്നാണ് കൊടുത്തേക്കുന്നത്. അതെങ്ങനെയാണ് വരുന്നത്? 30 യൂണിറ്റ്സിൽ രണ്ടുപേരും 0 ആണ്. 20 യൂണിറ്റ്സിൽ ബി എന്ന കൺസ്യൂമർ 0, അവിടെ ഡിമാൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് കൺസ്യൂമർ ബിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെ ആയിരിക്കും? 20 യൂണിറ്റിൽ 0 ആയിരിക്കും ഡിമാൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 10 യൂണിറ്റ്സിൽ 1 അല്ലെങ്കിൽ 10 rupeesൽ 1 യൂണിറ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ 0 ആകുമ്പോൾ അവിടെ 2 യൂണിറ്റ്സ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. 0 ആകുമ്പോൾ 2 യൂണിറ്റ്സ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? സോ ഇതാണ് രണ്ടുപേരുടെ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്. ഇത് കമ്പൈൻ ചെയ്ത് വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? ഇവിടെ 30 ആകുമ്പോൾ 0 വരും. പിന്നെ അത് കഴിഞ്ഞിട്ടോ 1 + 0. 1 + 0 എങ്ങനെയാണ് വന്നത്? അതായത് 30 rupeesന് 0 + 0 0, 20 rupeesന് 1 + 0 1, 2 + 1 3, അങ്ങനെ 5, 3 + 2 5 അങ്ങനെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 30 rupeesന് 0, പിന്നെ 1, പിന്നെ 3, പിന്നെ 5. ഓക്കെ അല്ലേ? ഇത് മനസ്സിലായില്ലേ? ഇതാണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്. സോ ജസ്റ്റ് ഒരു നന്നായിട്ട് മനസ്സിലാക്കിയാൽ മതി, വേറൊന്നും ചെയ്യാനില്ല അവിടെ. മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് വെച്ചാൽ എന്താ? ഹൊറിസോണ്ടൽ സമ്മേഷൻ ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്. ഇത് നോട്ട് ചെയ്ത് വെച്ചോ. ഹൊറിസോണ്ടൽ സമ്മേഷൻ ഓഫ് ഡിമാൻഡ് കർവ്, ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് എന്ന് വെച്ചാൽ മാർക്കറ്റ് ഡിമാൻഡ് കർവ്. ഇത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഐസ്ക്രീമിന്റെ കേസ് ഡിമാൻഡ് കർവ് ആണ്. അത് റിലേറ്റ് ചെയ്ത് ലിങ്ക് ചെയ്ത് വെക്കുക. അതായത് ഡിമാൻഡ് ഷെഡ്യൂൾ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് വെച്ചാൽ ഒരു ടേബിൾ ഉണ്ട്. അത് കപ്പ് ഓഫ് ഐസ്ക്രീമിന്റെ ടേബിൾ എക്സാമ്പിളായിട്ട് ഓർക്കുക. പ്രൈസും ഡിമാൻഡും നമുക്ക് മറക്കില്ല. പിന്നെ ഡിമാൻഡ് കർവ് എന്ന് വെച്ചാൽ ആ ടേബിളിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, ഐസ്ക്രീമിനെ അല്ലെങ്കിൽ ഐസ്ക്രീം പെർ വീക്ക് നമ്മൾ എത്ര കൺസ്യൂം ചെയ്യും അല്ലെങ്കിൽ ക്വാണ്ടിറ്റി എത്ര ഡിമാൻഡ് ചെയ്യും എന്ന് പറയാൻ വേണ്ടി ആ ടേബിൾ നമ്മൾ വരച്ചു. അതിനെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്രാഫാണ് ഡിമാൻഡ് കർവ്. വരച്ചപ്പോൾ കിട്ടുന്നതാണ് ഡിമാൻഡ് കർവ്. അതേപോലെ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് വെച്ചാൽ എന്താ? ഡിമാൻഡ് ഷെഡ്യൂളിൽ ഒരു കൺസ്യൂമർ ആണ്, ഇവിടെ 2 കൺസ്യൂമേഴ്സ് ഉണ്ട്. അതേപോലെ മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് വെച്ചാൽ എന്താ? ഡിമാൻഡ് കർവ് എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് ആണ്. മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് വെച്ചാൽ സമ്മേഷൻ ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്. അതാണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്. ഓക്കെ അല്ലേ? അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മാർക്കറ്റ് ഡിമാൻഡ്. സോ അത് തന്നെയാണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ് ലൈക്ക് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്, സ്ലോപ്പ് ഡൗൺവേർഡ്സ് ടു ദ റൈറ്റ്. ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ ഡിമാൻഡ് കർവ് എന്ന പോലെ തന്നെയാണ് മാർക്കറ്റ് ഡിമാൻഡ് കർവും. റൈറ്റ് സൈഡിലല്ലേ ഇത് സ്ലോപ്പ് എങ്ങനെയാണ്? ഡൗൺവേർഡ് അല്ലേ? ഇതിന്റെ റീസൺ എന്താ? കാരണം ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. സമ്മേഷൻ ഓഫ് ഡിമാൻഡ് കർവ് എങ്ങനെയായിരിക്കും? അതും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും, ഇൻവേഴ്സ് റിലേഷൻ ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത് പറയുന്നത് ജസ്റ്റ് ഒരു ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന രീതിയിലൊരു ഇക്വേഷൻ പറയുന്നത്. ഇത് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. Q = A - BP. എ എന്ന് വെച്ചാൽ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആണ്, ബി എന്ന് വെച്ചാൽ സ്ലോപ്പ് ആണ്. ഇതിൽ ബി ഓർത്ത് വെച്ചോ. ബി എപ്പോഴും മിക്കവാറും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ബി എന്ന് വെച്ചാൽ സ്ലോപ്പ് ആണ്. Q = A - BP എന്ന് വെച്ചാൽ ഇത് ഡിമാൻഡ് ഫംഗ്ഷൻ ആണ്. ഡിമാൻഡ് ഫംഗ്ഷനിൽ എ എന്ന് വെച്ച വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും ബി എന്ന് വെച്ചാൽ സ്ലോപ്പ് ആണ്. സോ അത് നോട്ട് ചെയ്ത് വെച്ചോ. റാഷണലി ഓഫ് ലോ ഓഫ് ഡിമാൻഡ്. ഇതിൽ ചോദിച്ചേക്കുന്നത് ഡിമാൻഡ് കർവിൻ്റെ ഡൗൺവേർഡ് സ്ലോപ്പിങ്ങിന് റീസൺ എന്താണെന്നാണ്. സോ യൂഷ്വൽ റീസൺ അല്ലെങ്കിൽ കോമൺ റീസൺ എന്താ? രണ്ടും പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും ഇൻവേഴ്സ് റിലേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഡൗൺവേർഡ് സ്ലോപ്പ് ആയിട്ടിരിക്കുന്നത്. പക്ഷെ ഫർദർ റീസൺ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രൈസ് എഫക്റ്റ് ഓഫ് ഫോൾ ഇൻ പ്രൈസ്. ഈ പ്രൈസ് എഫക്റ്റിൽ 2 എഫക്റ്റ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ഇൻകം എഫക്റ്റും. സോ ഇത് നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മതി. ഇത് ഡിഫൈൻ ചെയ്യുന്നത് ഹിക്സ് ആൻഡ് അലൻ. സോ ഈ പേരും കൂടി നോട്ട് ചെയ്തോ. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിനെ കുറിച്ച് നമ്മളിപ്പോൾ നോക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിളിൽ ഞാൻ പറയാം. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് വെച്ചാൽ 2 കമ്മോഡിറ്റി ഉണ്ട്, 2 സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. പെപ്സി, കൊക്കക്കോള, 2 സബ്സ്റ്റിറ്റ്യൂട്ട്സ് അല്ലേ? പെപ്സിയും കൊക്കക്കോളയും ഓൾമോസ്റ്റ് സിമിലർ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. പെപ്സിക്കും കൊക്കക്കോളയ്ക്കും ഇപ്പം കറണ്ട് റേറ്റ് 50 ആണ് അസ്യൂം ചെയ്യുക. അസംപ്ഷൻ മാത്രമാണ് അസ്യൂം ചെയ്യുക. സപ്പോസ് പെപ്സിയുടെ വാല്യൂ അല്ലെങ്കിൽ പെപ്സിയുടെ പ്രൈസ് എന്തായി? 30ലേക്ക് അല്ലെങ്കിൽ 50ൽ നിന്ന് 40 rupeesലേക്ക് കുറഞ്ഞു. അപ്പം കൊക്കക്കോള കൺസ്യൂം ചെയ്യുന്ന ബയേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്ന കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യും? യൂഷ്വലായിട്ട് എന്ത് ചെയ്യുന്ന പോലെ തന്നെ പെപ്സിയിലേക്ക് അവർ വരും. പെപ്സി കൺസ്യൂം ചെയ്യാൻ തുടങ്ങും. പെപ്സിയുടെ പ്രൈസ് റിലേറ്റീവ്ലി അല്ലെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറവായതുകൊണ്ട് തന്നെ കൊക്കക്കോള കൺസ്യൂം ചെയ്യുന്നവരും പെപ്സി കൺസ്യൂം ചെയ്യാൻ തുടങ്ങും. അതാണ് ഇവിടെ പറയുന്നത്. വെൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഫോൾസ്, ദ പ്രൈസ് റേഷ്യോ ഐറ്റം ചേഞ്ച് ആൻഡ് ഇറ്റ് ബിക്കംസ് റിലേറ്റീവ്ലി ചീപ്പർ. ചീപ്പർ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കൺസ്യൂമേഴ്സ് കൺസ്യൂം ചെയ്യാൻ ട്രൈ ചെയ്യുള്ളൂ.
Assuming that the price of other commodities remain constant, it induces consumer to substitute the commodity whose price has fallen. ഇതിൽ പറയുന്നത് ടോട്ടൽ ഡിമാൻഡ് ഫോർ ദ കമ്മോഡിറ്റി ഹൂസ് പ്രൈസ് ഹാസ് ഫോളൻ ഇൻക്രീസസ്. ഏത് കമ്മോഡിറ്റിക്കാണ് ഡിമാൻഡ് കൂടുന്നത്? ഏത് കമ്മോഡിറ്റിക്കാണോ പ്രൈസ് കുറവ് ആ കമ്മോഡിറ്റിക്കാണ് ഡിമാൻഡ് കൂടുന്നത്. അതായത് പെപ്സി കൊക്കക്കോള എന്ന 2 പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ പെപ്സിയുടെ പ്രൈസ് കൊക്കക്കോളയിനേക്കാളും കുറവാണെങ്കിൽ എല്ലാവരും കൊക്കക്കോള അല്ലെങ്കിൽ കൊക്കക്കോള കൺസ്യൂം ചെയ്ത് പെപ്സി കൺസ്യൂം ചെയ്യാൻ തുടങ്ങും. ഇത് വേറെ എക്സാമ്പിൾ പറയണമെങ്കിൽ ടീ, കോഫി, അതർ തിങ്സ് കോൺസ്റ്റൻ്റ് ആണ്. ടീക്ക് കോഫീനേക്കാളും വില കുറഞ്ഞു എന്ന് വെച്ചോ. ടീക്കും കോഫിക്കും ഇപ്പോൾ കറണ്ട് റേറ്റ് 20 rupees ആണ്. ടീയുടെ പൈസ എത്രയാണ്? ടീയുടെ പ്രൈസ് 15 rupees ആയി എന്ന് കൂട്ടുക. അതുകൊണ്ട് തന്നെ കോഫി കൺസ്യൂം ചെയ്യുന്ന കുറേ കൺസ്യൂമേഴ്സും ടീ കൺസ്യൂം ചെയ്യാൻ തുടങ്ങും. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിൽ പറയുന്നത്. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് സ്ട്രോങ്ങർ ആയിരിക്കാൻ എന്ത് ചെയ്യണം? അത് ക്ലോസർ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരിക്കണം, പിന്നെ ലോ കോസ്റ്റ് ആയിരിക്കണം, പിന്നെ ലോവർ ഇൻകൺവീനിയൻസ് ആയിരിക്കണം. സോ ഇത് ജസ്റ്റ് ഒരു പോയിന്റ് ഇട്ടാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്തതാണ് ഇൻകം എഫക്റ്റ്. സോ ഇൻകം എഫക്റ്റിൽ പറയുന്നത് ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഓൺ അക്കൗണ്ട് ഓഫ് ആൻ ഇൻക്രീസ് ഇൻ റിയൽ ഇൻകം നോൺ ആസ് ഇൻകം എഫക്റ്റ്. ഇൻക്രീസ് ഇൻ റിയൽ ഇൻകം എന്ന് വെച്ചാൽ എന്താണ്? പർച്ചേസിങ് പവർ. സോ ഇൻക്രീസ് ഇൻ റിയൽ ഇൻകം എന്ന് വെച്ചാൽ പർച്ചേസിങ് പവർ ആണ് മെൻഷൻ ചെയ്യുന്നത് ഇവിടെ. സോ നമ്മളിതൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. എ എന്ന ഒരു വ്യക്തി, എ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സൻ്റെ ഇൻകം ആണ് 100 rupees. ഓക്കെ അല്ലേ? പേഴ്സൻ്റെ ഡെയിലി ഇൻകം അല്ലെങ്കിൽ മന്ത്ലി ഇൻകം 100 rupees ആണ് അസ്യൂം ചെയ്യുക. സോ അദ്ദേഹത്തിന് ഒരു മാർക്കർ വേണം. മാർക്കർ കൺസംഷൻ നടത്തണം. മാർക്കർ കൺസംഷൻ ആണെങ്കിൽ പെൻ കൺസ്യൂം ചെയ്യണമെന്ന് അസ്യൂം ചെയ്യുക. സോ ഒരു പെന്നിന് 20 rupees ആണ്. ഓക്കെ അല്ലേ? സോ അത് എത്ര രൂപ? 100 rupees ആണെങ്കിൽ 5 പെൻ കൺസ്യൂം ചെയ്യുക. 5 പെൻ 100, അപ്പം 5 × 20 അല്ലെങ്കിൽ 20 × 5 ചെയ്യുമ്പോൾ എത്രയാണ്? 100 rupeesന് കൺസംഷൻ ചെയ്യുന്നുണ്ട്. സപ്പോസ് ഇവിടെ പറഞ്ഞേക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. വെൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഫോൾസ്. ഇവിടെ എത്രയാ? 20 rupees ആണ് ഒരു മാർക്കറിൻ്റെ പ്രൈസ്. വെൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഫോൾസ്, 10 രൂപയായിട്ട് അത് കുറഞ്ഞു എന്ന് അസ്യൂം ചെയ്യുക. ദ കൺസ്യൂമർ ക്യാൻ ബൈ ദ സെയിം ക്വാണ്ടിറ്റി. ക്വാണ്ടിറ്റി ഇത്ര ഇവിടെ 5 ക്വാണ്ടിറ്റി ഇത്രയാണ്? 5 അല്ലേ പറഞ്ഞേക്കുന്നത്. സോ 5. The consumer can buy the same quantity of the commodity with lesser money. നമ്മൾ ആദ്യം മേടിക്കുമ്പോൾ 20 rupees അല്ലെങ്കിൽ 20 rupeesൻ്റെ പെൻ 5 പെൻ മേടിച്ചു, അത് 100 rupees ആയി. ഇപ്പം 10 പെന്നാണ് മേടിക്കുന്നത്, 10 rupeesൻ്റെ പെന്നാണ് മേടിക്കുന്നത് 5 എണ്ണം. അത് എത്ര രൂപയാവും? അത് 50 രൂപയാകുള്ളൂ. സോ 50% കുറഞ്ഞു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെൻ ദ കൺസ്യൂമർ ക്യാൻ ബൈ ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് ദ കമ്മോഡിറ്റി വിത്ത് ലെസർ മണി. ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കുറയുവാണെങ്കിൽ കൺസ്യൂമറിന് എന്ത് ചെയ്യാം? സെയിം ക്വാണ്ടിറ്റി 5 പേന മാറുന്നില്ല ഇവിടെ, പക്ഷേ പ്രൈസ് കുറഞ്ഞത് കൊണ്ട് തന്നെ എന്താ? കുറച്ച് പൈസ നമുക്ക് കൊടുത്താൽ മതി. പിന്നീട് എന്നാ പറയുന്നത്? ഓർ ഹീ ക്യാൻ ബൈ മോർ ഓഫ് ദ സെയിം കമ്മോഡിറ്റി വിത്ത് ദ സെയിം എമൗണ്ട് ഓഫ് മണി. ഫസ്റ്റ് എത്ര രൂപയാണ്? ഫസ്റ്റ് നമ്മൾ 100 രൂപയ്ക്കാണ് ആ പേന മേടിച്ചത്. അത് എത്ര പേനയാണ് മേടിച്ചത്? 5 പേന 20 രൂപയ്ക്കാണ് മേടിച്ചത്. പക്ഷേ ഇപ്പം പേനയുടെ വില എത്രയാണ്? ഇപ്പം പേനയുടെ വില 10 രൂപ. ഫോർ എക്സാമ്പിൾ, ഇപ്പം പേനയുടെ വില 10 രൂപയാണെങ്കിൽ എത്ര പേന മേടിക്കാം? 100 രൂപയ്ക്ക് എത്ര പേന മേടിക്കാം? 10 പേന മേടിക്കാം. അത് നമ്മൾ നോക്കാം. ഇപ്പം പേനയുടെ വില 10 രൂപ. എത്ര പേന മേടിക്കാം? 100 രൂപയ്ക്ക് 10 പേന മേടിക്കാം. അതാണ് ഇവിടെ പറയുന്നത്. ഹീ ക്യാൻ ബൈ മോർ ഓഫ് ദ സെയിം കമ്മോഡിറ്റി വിത്ത് ദ സെയിം എമൗണ്ട് ഓഫ് മണി. സെയിം കമ്മോഡിറ്റിയാണ് പറയുന്നത്. ഫസ്റ്റ് പറഞ്ഞത് എന്താ? സെയിം ക്വാണ്ടിറ്റിയാണ് പറയുന്നത്, 5 rupees. ഇത് സിമ്പിളായിട്ട് പറയണമെങ്കിൽ ഒരാൾക്ക് 100 രൂപയ്ക്ക് ഒരു കൺസംഷൻ ഇൻകം ഉണ്ട്. ഒരു പേനയ്ക്ക് 20 രൂപയാണെങ്കിൽ 5 പേന കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് ആ പേനയ്ക്ക് 10 രൂപയായിട്ട് വില കുറഞ്ഞു. അപ്പം നമുക്ക് എത്ര പേന കൺസ്യൂം ചെയ്യാം? 5 പേന തന്നെ കൺസ്യൂം ചെയ്യാം. പക്ഷേ എത്ര രൂപ കൊടുത്താൽ മതി? 50 rupees കൊടുത്താൽ മതി. പക്ഷേ സെക്കൻഡ് സിറ്റുവേഷൻ എന്താ ഇവിടെ പറയുന്നത്? ഓർ ഹീ ക്യാൻ ബൈ മോർ ഓഫ് ദ സെയിം കമ്മോഡിറ്റി വിത്ത് സെയിം എമൗണ്ട് ഓഫ് മണി. അല്ലെങ്കിൽ അയാൾക്ക് 10 രൂപയുടെ 10 പേന കൺസ്യൂം ചെയ്യാം. 10 രൂപയുടെ എത്ര പേന കൺസ്യൂം ചെയ്യാം? 10 പേന കൺസ്യൂം ചെയ്യാം. അപ്പം 100 രൂപയാകും. അപ്പോൾ എത്രയാ? 100 രൂപയാകും. ഓക്കെ ആണോ? ഇതാണ് ഇൻകം എഫക്റ്റ് പറയുന്നത്. സോ ഇതിൽ താഴെ എന്നാ പറയണതെന്ന് വെച്ചാൽ ഇൻ കേസ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സ്. സോ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസാണ് പറയുന്നത്. ദ ഇൻകം എഫക്റ്റ് വർക്ക് ഇൻ എ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇൻകം എഫക്റ്റ് ഏത് ഡയറക്ഷൻ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളിത് പ്രീവിയസ് വീഡിയോയിൽ നോക്കിയതാണ്. ഇൻകം എഫക്റ്റിൽ സെക്കൻഡ് ഹാൻഡ് കാറിൻ്റെ ഒക്കെ കേസ് നോക്കുവാണെങ്കിൽ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിൽ നമുക്ക് ഇൻകം കൂടുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് എങ്ങനെയായിരിക്കും? കുറയും. ഇൻകം കൂടുന്ന സ്ഥലത്ത് ഡിമാൻഡ് കുറയും. സോ ആ സിറ്റുവേഷനാണ് ഇവിടെ പറയുന്നത്. അടുത്ത പോയിന്റാണ് യൂട്ടിലിറ്റി മാക്സിമൈസിങ് ബിഹേവിയർ ഓഫ് കൺസ്യൂമർ.
ഇതിൽ അക്കോർഡിംഗ് ടു മാർഷൽ, ആൽഫ്രഡ് മാർഷൽ എന്താ പറയുന്നത് നോക്കാം. ദ കൺസ്യൂമർ ഹാസ് ഡിമിനിഷിംഗ് യൂട്ടിലിറ്റി ഫോർ ഈച്ച് അഡീഷണൽ യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് ദെയർഫോർ ഹി വിൽ ബി വില്ലിംഗ് ടു പേ ഓൺലി ലെസ് ഫോർ ഈച്ച് അഡീഷണൽ യൂണിറ്റ്. എ റാഷണൽ കൺസ്യൂമർ വിൽ നോട്ട് പേ മോർ ഫോർ ലെസർ സാറ്റിസ്ഫാക്ഷൻ. ഇതിലെന്താ പറയുന്നത്? ഇതും ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നോക്കാം. നമ്മളിപ്പം ഒരു ഐസ്ക്രീം മേടിക്കാൻ പോയി, അല്ലെങ്കിൽ ഐസ്ക്രീം കഴിക്കാൻ പോയി. ഐസ്ക്രീം കഴിക്കാൻ പോയപ്പോൾ ഫസ്റ്റ് ഐസ്ക്രീം നമ്മൾ കഴിച്ചു. സോ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരു 2 എണ്ണം കഴിച്ചു. സോ ഒരു ലെവൽ എത്തിയപ്പോൾ നമുക്കത് മടുക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കൺസ്യൂം ചെയ്യുമ്പോഴോ നമുക്ക് ഫസ്റ്റ് കഴിച്ചതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ? ഒരിക്കലും കിട്ടില്ലല്ലോ. അതേപോലെ നമ്മൾ ഏത് പ്രോഡക്റ്റ് എടുത്താലും അങ്ങനെ ആയിരിക്കും. സോ ഇത് പൈസ കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ അതല്ല. ഇത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ അതർ തിങ്സ് ബീങ് കോൺസ്റ്റന്റ് വെച്ച് നമ്മൾ കൺസ്യൂം ചെയ്യുവാണ്. ഡിമിനിഷിങ് യൂട്ടിലിറ്റിയുടെ കേസാണ് പറയുന്നത്. സോ അങ്ങനെ നോക്കാവുള്ളൂ. അല്ലാതെ ഈ പൈസ നമുക്ക് ആദ്യം കിട്ടി പിന്നീട് കിട്ടിയപ്പോൾ സാറ്റിസ്ഫാക്ഷൻ അതല്ല കേട്ടോ ഇവിടെ റിലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഫസ്റ്റ് ഒരു ഐസ്ക്രീം കഴിച്ചു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഫുഡ് കഴിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ഇല്ലേ. സോ അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുമ്പോൾ ഫസ്റ്റ് ഐസ്ക്രീം കഴിച്ചു, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. പിന്നെ 10ാമത്തെ ഐസ്ക്രീം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ 10ാമത്തെ കപ്പ് കഴിക്കുമ്പോൾ നമുക്ക് അതേ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. സോ ഫസ്റ്റ് ഐസ്ക്രീം നമുക്ക് 60 റുപ്പീസാണ് കൂട്ടുക. 60 റുപ്പീസിന് അല്ലെങ്കിൽ 20 റുപ്പീസാണ് കൂട്ടുക. 20 റുപ്പീസിന് മേടിച്ച് കഴിച്ചു. പിന്നീട് ഒരു 4-5 എണ്ണം കഴിച്ചു. പിന്നീട് കഴിക്കുമ്പോൾ ആ ഫസ്റ്റ് കഴിച്ചതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ? കിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആ 20 റുപ്പീസ് പിന്നെയും നമ്മൾ ചെലവ് ചെയ്യുമോ? ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. For each additional unit of a commodity, he will be willing to pay only less. നമ്മൾ ഒരു 5 എണ്ണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് 6ാമത്തെ ഐസ്ക്രീം കഴിക്കുമ്പോൾ നമ്മൾ ആ 20 റുപ്പീസ് കൊടുക്കില്ല. 10 റുപ്പീസ് ആണെങ്കിൽ വേണമെങ്കിൽ കഴിച്ചേക്കാം. സോ അതാണ് only willing to pay only less for each additional unit. A rational consumer will not pay more for lesser satisfaction. സോ ഇത് കോമൺ അല്ലേ? അതായത് ഒരു കൺസ്യൂമർ തനിക്ക് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ പൈസ ചിലവാക്കുമോ? ഇല്ല. സോ ഇത് ജസ്റ്റ് ഒരു കോമൺ പോയിന്റ് ആണ്. He is induced to buy additional unit only when the prices are lower. സോ ഇത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് കുറവായിരിക്കുമ്പം വേണമെങ്കിൽ അഡീഷണൽ യൂണിറ്റ് മേടിച്ച് കഴിക്കും, അല്ലെങ്കിൽ അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. ഇത് നമ്മൾ എന്തിനാണ് നോക്കുന്നത്? ഡിമാൻഡ് കർവിൻ്റെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ, അതായത് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ കേസിൽ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ കുറയുന്നു. സോ ആ റീസൺ വെച്ചാണ് ഇത് ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പ് ആയിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? അറൈവൽ ഓഫ് ന്യൂ കൺസ്യൂമേഴ്സ്. സോ പുതിയ കൺസ്യൂമേഴ്സ് വന്നതുകൊണ്ട് എന്ത് സംഭവിക്കും നോക്കാം. വെൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഫോൾ, പ്രൈസ് കുറയും. വെൻ എ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഫോൾ, ന്യൂ കൺസ്യൂമേഴ്സ് സ്റ്റാർട്ട് ബൈയിങ് ഇറ്റ് ബിക്കോസ് സം ഓഫ് ദോസ് ഹു കുഡ് നോട്ട് അഫോർഡ് ടു ബൈ ഇറ്റ് earlier മേ നൗ ഏബിൾ ടു ബൈ ഇറ്റ്. ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറഞ്ഞു എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കുറയുവാണെങ്കിൽ എന്ത് സംഭവിക്കും? കൂടുതലായിട്ട് എല്ലാവരും കൺസ്യൂം ചെയ്യാൻ തുടങ്ങും. ആരൊക്കെ കൺസ്യൂം ചെയ്യും? ഓൾറെഡി കൺസ്യൂം ചെയ്തിട്ടുള്ളവരും കൺസ്യൂം ചെയ്യും. പ്ലസ് അഡീഷണൽ ആയിട്ട് ആര് കൺസ്യൂം ചെയ്യും? ഹൂ കുഡ് നോട്ട് ഏബിൾ ടു അഫോർഡ് ടു ബൈ ഇറ്റ് earlier മേ നൗ ഏബിൾ ടു ബൈ ഇറ്റ്. ഓൾറെഡി ഫസ്റ്റ് ആ പ്രൈസ് കൂടുതലായിരിക്കുമ്പോൾ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ പറ്റാതെ കുറേ പേർക്കുണ്ടായിരിക്കുമല്ലോ, അവരും ഇപ്പം കൺസ്യൂം ചെയ്യാൻ തുടങ്ങും. സോ കൺസ്യൂമേഴ്സ് അങ്ങനെ കൂടും. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. അതാണ്. സോ ഡൗൺവേർഡ് സ്ലോപ്പിങ്ങിന് റീസൺ ആണ്. ഡിഫറെൻറ്റ് യൂസ്. മെനി കമ്മോഡിറ്റീസ് ഹാവ് മൾട്ടിപ്പിൾ യൂസ്. വെൻ ദ പ്രൈസ് ഓഫ് സച്ച് കമ്മോഡിറ്റീസ് ആർ ഹൈ, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ദേ പുട്ട് ടു ലിമിറ്റഡ് യൂസ് ഓൺലി. ഇത് നല്ലൊരു എക്സാമ്പിൾ നോക്കാം. ഇതിൻ്റെ എക്സാമ്പിളാണ് ഇലക്ട്രിസിറ്റി. സോ ഇവർ തന്നിട്ടുണ്ട് ഇലക്ട്രിസിറ്റിന്ന്. ഇലക്ട്രിസിറ്റിയുടെ കേസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും? ഫോർ എക്സാമ്പിൾ, ഇലക്ട്രിസിറ്റിയുടെ പൈസ അല്ലെങ്കിൽ അതിൻ്റെ ചാർജ് കൂടിയെന്ന് കൺസ്യൂം ചെയ്യുക. ഇലക്ട്രിസിറ്റിക്ക് പല യൂസ് ഉണ്ടല്ലോ. സോ ആ ഇലക്ട്രിസിറ്റിയുടെ ചാർജ് കൂടുവാണെങ്കിൽ നമ്മളത് കുറഞ്ഞ യൂസിനുള്ള ചിലവ് അത്യാവശ്യമായിട്ട് ലിമിറ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യും. സപ്പോസ് ഇലക്ട്രിസിറ്റി ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് നന്നായിട്ട് യൂസ് ചെയ്യില്ലേ? നമ്മളത് ഒന്നും ലിമിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നെസസറി യൂസിന് മാത്രമല്ലല്ലോ, നമുക്ക് പറ്റാവുന്ന എല്ലാ രീതിയിലും യൂസ് ചെയ്യും. സോ അതാണ് ഇവിടെ പറയുന്നത്. ഡിഫറെൻറ്റ് യൂസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂടുവാണെങ്കിൽ അത് ലിമിറ്റഡ് യൂസിനായിരിക്കും ചിലവ് ചെയ്യുന്നത്. സോ അതാണ് ഈ പോയിന്റ്. ഇതെങ്ങനെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യും? പ്രൈസ് കൂടുതലായിരിക്കുമ്പോൾ നമ്മുടെ കൺസംഷൻ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. പ്രൈസ് കുറവായിരിക്കുമ്പോൾ കൺസംഷൻ കൂടുതലായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. സോ ഇത്രയും പോയിന്റ്സ് ആണ് ഡിമാൻഡ് എങ്ങനെയാണ് ഡൗൺവേർഡ് സ്ലോപ്പിന് ഒരു മെയിൻ ആയിട്ട് റീസൺ ആയിട്ട് പറയുന്നത്. സോ ജസ്റ്റ് നമ്മളിത് പെട്ടെന്ന് ഒരു ഓവർവ്യൂ ആയിട്ട് നോക്കാം. പ്രൈസ് എഫക്റ്റ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കിയത്.
പ്രൈസ് എഫക്റ്റിൽ എന്തൊക്കെയുണ്ട്? സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഉണ്ട്, ഇൻകം എഫക്റ്റ് ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിൽ എന്താ പറയുന്നത്? പെപ്സി, കോക്കോള അങ്ങനെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ പെപ്സിയുടെ പ്രൈസ് കുറയുവാണെങ്കിൽ കൂടുതലായിട്ട് എല്ലാവരും പെപ്സി കൺസ്യൂം ചെയ്യും, കൊക്കോള കൺസംഷൻ കുറയ്ക്കും. സോ അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. അടുത്ത് യൂട്ടിലിറ്റി മാക്സിമൈസിങ് ബിഹേവിയർ ഓഫ് കൺസ്യൂമേഴ്സ്. സോ ഇതിലെന്താ പറഞ്ഞത് നമ്മൾ? യൂട്ടിലിറ്റി മാക്സിമൈസിങ് ബിഹേവിയറിൽ മാർഷൽ പറഞ്ഞത് അഡീഷണൽ യൂട്ടിലിറ്റി നമ്മൾ അഡീഷണൽ ആയിട്ട് കൺസ്യൂം ചെയ്യുവാണെങ്കിൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ കുറയും. സോ നമ്മളെന്താ അഡീഷണൽ യൂട്ടിലിറ്റി കൺസ്യൂം അല്ലെങ്കിൽ അഡീഷണൽ യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യണമെങ്കിൽ അവിടെ പ്രൈസ് നമ്മൾ കുറവായിരിക്കും, ഡിമാൻഡ് കുറവായിരിക്കും. പ്രൈസ് കുറവായിരുന്നാൽ മാത്രമേ നമ്മൾ കൺസ്യൂം ചെയ്യുള്ളൂ. സപ്പോസ് പ്രൈസ് കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ ഡിമാൻഡ് കുറവായിരിക്കും. അറൈവൽ ഓഫ് ന്യൂ കൺസ്യൂമേഴ്സ്, പുതിയ കൺസ്യൂമേഴ്സ് വന്നതുകൊണ്ട് എന്തായിരിക്കും? ഡിമാൻഡ് കൂടും അല്ലെങ്കിൽ പ്രൈസ് കുറയും. പ്രൈസ് കുറഞ്ഞത് കൊണ്ട് പുതിയ കൺസ്യൂമേഴ്സ് എൻട്രി ആകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പുതിയ കൺസ്യൂമേഴ്സ് വരും. അതാണ് പറയുന്നത്. ഡിഫറെൻറ്റ് യൂസസ്, ഇലക്ട്രിസിറ്റിയുടെ കേസ് നമ്മളിപ്പോൾ നോക്കിയില്ലേ? അതായത് ഇലക്ട്രിസിറ്റിക്ക് പ്രൈസ് കൂടുതലാണെങ്കിൽ നമ്മൾ ലിമിറ്റ് ആയിട്ട് യൂസ് ചെയ്യും, കുറവാണെങ്കിൽ ചീപ്പാണെങ്കിലോ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യും. അതാണ് പറഞ്ഞേക്കുന്നത്. സോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സപ്പോസ് നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ആ പോർഷൻ ഒന്നും കൂടെ ജസ്റ്റ് നോക്കുക, ക്ലിയർ ആവും. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സംഷൻ ടു ലോ ഓഫ് ഡിമാൻഡ്. സോ അത് നോക്കാം. ഇത്ര നേരം നമ്മൾ നോക്കിയത് ഡിമാൻഡ് കർവ് എന്തുകൊണ്ടാണ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ളത്, അതാണ് നമ്മൾ നോക്കിയത്. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ? ലോ ഓഫ് ഡിമാൻഡിൽ പ്രൈസ് കൂടിയ ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയും, അല്ലെങ്കിൽ പ്രൈസ് കുറഞ്ഞാലോ ഡിമാൻഡ് കൂടും. ഇതല്ലേ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പ്രൈസ് കൂടിയ ഡിമാൻഡ് കുറയണം. ശരിക്കും പറഞ്ഞാൽ എന്താ? ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂടി എന്താകണം? എക്സാക്ട്ലി ഡിമാൻഡ് കുറയണം. സപ്പോസ് പ്രൈസ് കൂടി ഡിമാൻഡ് കുറയാതിരിക്കുന്ന സിറ്റുവേഷനാണ് എക്സംഷൻ ആയിട്ട് ഇവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ നോക്കാം. ഫസ്റ്റ് കോൺസ്പീഷ്യസ് ഗുഡ്സ്. ഇത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നോക്കിയതാണോ എന്ന് ജസ്റ്റ് ഒന്നും കൂടി നോക്കാം. കോൺസ്പീഷ്യസ് ഗുഡ്സ് എന്ന് വെച്ചാൽ എന്താ? റിച്ച് പീപ്പിൾ, സ്റ്റാറ്റസ് സിമ്പിളാണ്, പ്രസ്റ്റീജിന് വേണ്ടി. അതായത് ചില പീപ്പിൾസ് അല്ലെങ്കിൽ ചില ആൾക്കാരുണ്ട്, അവരുടെ വെൽത്ത് ഒക്കെ ഒന്ന് ഷോ ഓഫ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി തന്നെ ചില ഗുഡ്സ് മേടിക്കും. അതിൻ്റെ പ്രൈസ് കൂടിയാലും അവർ ഡിമാൻഡ് കുറയ്ക്കില്ല. അതാണ് ഇവർ പറയുന്നത്. സോ ഇതിൽ ജസ്റ്റ് വേറൊരു ടേം പറയുന്നത് വെബ്ലൻ എന്നൊരു ടേം പറയുന്നുണ്ട്. വെബ്ലൻ എഫക്റ്റ് നമ്മൾ നോക്കിയതാണ്. അത് ഡോക്ട്രൈൻ ഓഫ് കോൺസ്പീഷ്യസ് കൺസംഷൻ എന്നിട്ട് ഇത് വെച്ചാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഡോക്ട്രൈൻ ഓഫ് കോൺസ്പീഷ്യസ് കൺസംഷൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. വെബ്ലൻ എഫക്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ പ്രസ്റ്റീജ് എഫക്റ്റ് എന്ന് പറയും. ഹൈ പ്രൈസ്ഡ് ഗുഡ്സിനെ കൺസ്യൂം ചെയ്യുന്ന പീപ്പിളിൻ്റെ ബേസിസിലാണ് ഇത് പറയുന്നത്. ഇഫ് എ കമ്മോഡിറ്റി ഈസ് എക്സ്പെൻസീവ്, ഇതിലെന്താ പറയുന്നത്? ഒരു പ്രോഡക്റ്റ് ഭയങ്കര എക്സ്പെൻസീവ് ആണെങ്കിൽ ദേ തിങ്ക് ഇറ്റ് ഹാസ് ഗോട്ട് മോർ യൂട്ടിലിറ്റി. ഒരു കമ്മോഡിറ്റി കൂടുതൽ എക്സ്പെൻസീവ് ആണെങ്കിൽ യൂഷ്വലായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ? എക്സാക്ട്ലി ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. യൂഷ്വലായിട്ട് നമ്മൾ ചെയ്യുന്നത് പ്രൈസ് കൂടുതലാണെങ്കിൽ ഡിമാൻഡ് കുറയ്ക്കും. പക്ഷേ ഇവർ വിചാരിക്കുന്നത് പ്രൈസ് കൂടുതലാണെങ്കിൽ അതിൻ്റെ യൂസ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഭയങ്കര കൂടുതലാണെന്ന് അസ്യൂം ചെയ്തിട്ട് അവർ അതിൻ്റെ പർച്ചേസിങ് പവർ കൂട്ടും, അല്ലെങ്കിൽ അവർ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യും. പർച്ചേസിങ് പവർ അല്ല, അവർ കൂടുതലായിട്ട് അവർ കൺസ്യൂം ചെയ്യാൻ ട്രൈ ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. എക്സാമ്പിൾ ആയിട്ടാണ് ഡയമണ്ടിൻ്റെ കേസ് പറയുന്നത്. ഡയമണ്ട്സ് ആർ ഓഫൻ ഗീവ് as an example for this case. ഹയർ ദ പ്രൈസ് ഓഫ് ഡയമണ്ട് ഹയർ ദ വാല്യൂ. ഇതിലെന്താ പറയുന്നത്? പ്രൈസ് കൂടുവാണെങ്കിൽ അതിൻ്റെ വാല്യൂവും കൂടും. അതാണ് ഇവിടെ പറയുന്നത് ഡയമണ്ടിൻ്റെ കേസ്. സോ കോൺസ്പീഷ്യസ് ഗുഡ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഹൈ പ്രൈസ്ഡ് അല്ലെങ്കിൽ ചില പീപ്പിൾ ഉണ്ട്, അവരാണെങ്കിൽ പ്രൈസ് കൂടുതലാണെങ്കിൽ ഡിമാൻഡ് കൂടുതലായിട്ട് അവർ മേടിക്കും. ഈ ഡയമണ്ട്സിൻ്റെ പോലെ ഡയമണ്ടിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ അതിൻ്റെ ഡിമാൻഡും കൂടും. സോ അങ്ങനത്തെ കൺസംഷനാണ് കോൺസ്പീഷ്യസ് കൺസംഷൻ, വെബ്ലൻ എഫക്റ്റ് ഒക്കെ പറയുന്നത്. സോ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഗിഫൻ ഗുഡ്സ്. ഗിഫൻ ഗുഡ്സിന് മുമ്പ് ആ പേര് നോട്ട് ചെയ്ത് വെച്ചോ. റോബർട്ട് ഗിഫൻ, സ്കോട്ടിഷ് എക്കണോമിസ്റ്റ്, സ്റ്റാറ്റിസ്റ്റീഷ്യൻ. ഈ പേര് നോട്ട് ചെയ്ത് വെച്ചോ. ഇതുവരെ നമ്മൾ നോക്കിയത് പ്രൈസ് ഡിമാൻഡ് തമ്മിലുള്ള റിലേഷൻ എന്താ? പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസ് ആണ്, പ്രൈസ് ഡിക്രീസ് ആകുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ആകും. സോ ഇത് തന്നെ ലോ ഓഫ് ഡിമാൻഡുള്ള എക്സെപ്ഷനാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. സോ ഇവിടെ ഒരു സിറ്റുവേഷനാണ്, ബ്രെഡിൻ്റെ വില ബ്രെഡിൻ്റെ പ്രൈസ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു അല്ലെങ്കിൽ കൂടി. പക്ഷേ ബ്രിട്ടീഷ് വർക്കേഴ്സ് ബ്രെഡ് തന്നെ വീണ്ടും കൺസ്യൂം ചെയ്യും. അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. സോ ഇതൊരു എക്സെപ്ഷൻ ആയിട്ടുള്ളൊരു കേസാണ്. നമുക്കൊരു പ്രോഡക്റ്റിൻ്റെ പൈസ അല്ലെങ്കിൽ പ്രൈസ് അതിൻ്റെ ഇൻക്രീസ് ആകുക എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് എന്താണ്? നമ്മുടെ പർച്ചേസിങ് പവർ എന്താണ്? പർച്ചേസ് ചെയ്യാനുള്ള പവർ ഡിക്ലൈൻ ആകും. പക്ഷേ ഈ സിറ്റുവേഷനിൽ ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. ഇവർ പറഞ്ഞേക്കുന്നത് ഈ ബ്രിട്ടീഷ് വർക്കേഴ്സ് ഒരു ബ്രെഡിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ ഓരോ പ്രോഡക്ട്സിൻ്റെയും പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവർ ഫോഴ്സ് ടു കട്ട് ഡൗൺ ദ കൺസംഷൻ ഓഫ് മീറ്റിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ മീറ്റിൻ്റെ കൺസംഷൻ അവർ കുറച്ചു, എക്സ്പെൻസീവ് ഫുഡിൻ്റെ കൺസംഷൻ കുറച്ചു. സോ
ഫോർ എക്സാമ്പിൾ മീറ്റിന് 100 റുപ്പീസ് ആണെന്ന് കൂട്ടുക. എക്സ്പെൻസീവ് ഫുഡ് അതിന് ഒരു 200 റുപ്പീസ് ആണെന്ന് കൂട്ടുക. മീറ്റിൻ്റെ വില എന്ത് ചെയ്തു? 100ൽ നിന്ന് 150ലേക്ക് ചേഞ്ച് ചെയ്തു. എക്സ്പെൻസീവ് ഫുഡോ 200ൽ നിന്ന് 250ലേക്ക് ചേഞ്ച് ചെയ്തു. ബ്രെഡിൻ്റെ പ്രൈസ് 50 ആണെന്ന് കൂട്ടുക, അത് 60ലേക്ക് ഇൻക്രീസ് ചെയ്തു. ബ്രെഡിൻ്റെ പ്രൈസ് കൂട്ടി, പക്ഷേ ബ്രെഡല്ല ഇപ്പോഴും ചീപ്പായിട്ട് ഫുഡ്. അതായത് മീറ്റിൻ്റെ പ്രൈസ് 100ൽ നിന്ന് 150ലേക്ക് ചേഞ്ച് ചെയ്തു. എക്സ്പെൻസീവ് ഫുഡിൻ്റെ ഒക്കെ എന്തൊക്കെയായി? 200ൽ നിന്ന് 250ലേക്ക് ചേഞ്ച് ചെയ്തു. പക്ഷേ ബ്രെഡ് എങ്ങനെയാണ്? 50ൽ നിന്ന് 60 ചേഞ്ച് ചെയ്താലും 70ലേക്ക് ചേഞ്ച് ചെയ്താലും ബ്രെഡ് തന്നെയാണ് ഇപ്പോഴും സ്റ്റിൽ ചീപ്പസ്റ്റ് ഫുഡ് ബാക്കി ഫുഡിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷ് വർക്കേഴ്സ് ബ്രെഡിനെ കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ പറയുന്നത് there may be a direct price demand relationship are given goods. സോ ഇത് നോട്ട് ചെയ്ത് വെച്ചോ. പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് ഡയറക്റ്റ് ആണെങ്കിൽ അത് എന്തായിരിക്കും? ഗിഫൻ ഗുഡ്സ് ആയിരിക്കും. സോ അത് നോട്ട് ചെയ്ത് വെച്ചോ. ഡയറക്റ്റ് പ്രൈസ് ഡിമാൻഡ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഗിഫൻ ഗുഡ്സ്. ഓക്കെ അല്ലേ? ഇതുവരെ നമ്മൾ നോക്കിയത് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡ് എങ്ങനെയായിരിക്കും? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയിരിക്കും. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. ഇവിടെ ആണെങ്കിലോ പ്രൈസ് കൂടി, പക്ഷെ എന്തായിരിക്കും? കൺസംഷനും അവിടെ കൂടിയിട്ടുണ്ട്. അതാണ് ഗിഫൻ ഗുഡ്സിൻ്റെ കേസിൽ പറയുന്നത്. all given goods are inferior goods. So ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. all given goods are inferior goods but all inferior goods are not given goods. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇത് നന്നായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. അതിൻ്റെ എക്സാമ്പിൾ ആണ് ബജ്ര, ലോ ക്വാളിറ്റി റൈസ്, വീറ്റ് ഒക്കെ. സോ ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അടുത്ത എക്സെപ്ഷൻ ആണ് കോൺസ്പീഷ്യസ് നെസസിറ്റീസ്. സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗുഡ്സ് ഡ്യൂ ടു ദെയർ കോൺസ്റ്റൻറ്റ് യൂസ് ബിക്കം നെസസിറ്റീസ് ഓഫ് ലൈഫ്. ചില പ്രോഡക്റ്റ് അല്ലെങ്കിൽ ചില കമ്മോഡിറ്റി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യും, അതുകൊണ്ട് മാത്രമായിരിക്കും അത് നമ്മുടെ ലൈഫിൽ നെസസിറ്റീസ് ആയി മാറുന്നത്. എക്സാമ്പിൾ പ്രൈസ് ഓഫ് TV, റെഫ്രിജറേറ്റർ, എയർ കണ്ടീഷണേഴ്സ്. സോ ഇതൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ഡിമാൻഡൊക്കെ? അതായത് TV അല്ലെങ്കിൽ AC ഇങ്ങനത്തെ പ്രോഡക്റ്റൊക്കെ നമ്മൾ അത് നമ്മുടെ നെസസിറ്റീസ് ആണോ? എക്സാക്ട്ലി നെസസിറ്റീസ് അല്ല, അതല്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ നെസസിറ്റീസ് ആയി മാറുന്നു. സോ അതിൻ്റെ ഡിമാൻഡ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് ഡിമാൻഡ് നമ്മളത് വേണ്ടെന്ന് വെക്കില്ല. സോ ആ സിറ്റുവേഷനാണ് ഇവിടെ പറയുന്നത്. ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻ അബൌട്ട് പ്രൈസസ്. ഇത് നമ്മൾ നോക്കിയ സിറ്റുവേഷനാണ്. ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻ അബൌട്ട് പ്രൈസസ് എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യും, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പം തന്നെ കൺസംഷൻ ചെയ്യുക. അതായത് ഇപ്പം പ്രൈസ് ഇൻക്രീസിലാണെങ്കിലും ഫർദർ അത് ഇൻക്രീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളിപ്പോൾ കൺസ്യൂം ചെയ്യും. എക്സ്പെക്ടിങ് ദാറ്റ് ദ പ്രൈസ് ഇൻ ദ ഫ്യൂച്ചർ വിൽ ബി ഈവൻ ഹയർ, ടെൻഡ് ടു ബൈ ലാർജർ ക്വാണ്ടിറ്റി സച്ച് കമ്മോഡിറ്റി. ഇപ്പം പ്രൈസ് എന്ത് ചെയ്തു? ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് 100ൽ ഇരുന്ന് 150ലേക്ക് ഹയർ ആയി. പക്ഷേ നമ്മൾ അസ്യൂം ചെയ്യുക ഫ്യൂച്ചറിൽ 200 ആകുമെന്ന് ഓർത്തത് കൊണ്ട് ഇപ്പം പ്രൈസ് 150ലായതുകൊണ്ട് നമ്മൾ വീണ്ടും അത് കൺസ്യൂം ചെയ്യും. എന്തുകൊണ്ടാണ്? ഫ്യൂച്ചറിൽ സപ്പോസ് അത് 200 ആയാലോ, അതുകൊണ്ട് കൺസ്യൂം ചെയ്യും. അതാണ് ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻ അബൌട്ട് പ്രൈസ്. ഓക്കെ അല്ലേ? ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഇറാഷണൽ ബിഹേവിയർ. സോ ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ആണ്. ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ചില കൺസ്യൂമേഴ്സ് ഒരു പ്രോപ്പറായിട്ട് നോളജ് ഇല്ലാതെ മാർക്കറ്റിൽ പോയി പർച്ചേസ് ചെയ്യുക. അതായത് കൺസ്യൂമേഴ്സ് ടു ബി റാഷണൽ ആൻഡ് നോളജബിൾ അബൌട്ട് ദ മാർക്കറ്റ് കണ്ടീഷൻ. നമുക്കൊരു മാർക്കറ്റിനെ കുറിച്ചൊരു ഐഡിയ വേണ്ടേ? ഇതിനു മുമ്പ് ഈ പ്രോഡക്റ്റ് ഏത് പ്രൈസിലായിരുന്നു, ഇപ്പോൾ പ്രൈസ് കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു ഐഡിയ വേണം. പക്ഷേ ചിലപ്പോൾ നമ്മളത് ഇഗ്നോറൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യുക. ഒരു പ്രോഡക്റ്റ് 200 ആണ് അല്ലെങ്കിൽ 100 റുപ്പീസ് ആണ്, അത് മേ ബി 150ലേക്ക് ഹയർ ആയി, പക്ഷെ നമ്മൾ ചാടി കയറി മേടിച്ചു. സോ നമുക്കത് ഐഡിയ ഒന്നും ഇല്ല. അത് അങ്ങനത്തെ സിറ്റുവേഷനാണ്. അതും ഒരു എക്സെപ്ഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പർച്ചേസ് വിത്തൗട്ട് എനി റാഷണൽ കാൽക്കുലേഷൻസ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എമൗണ്ട് കൂടുമോ അല്ലെങ്കിൽ കുറയുമോ എന്നൊന്നും നമ്മൾ നോക്കാതെ മേടിക്കും. അങ്ങനത്തെ സിറ്റുവേഷൻ. ഡിമാൻഡ് ഫോർ നെസസറീസ്. സോ ഇവിടെ നോക്കുക, ഇത് നെസസറീസ് ആണ്. പക്ഷേ നമ്മൾ ഫസ്റ്റ് നോക്കിയ സിറ്റുവേഷൻ ഏതാ? ഫസ്റ്റ് നോക്കിയത് നെസസിറ്റീസ് ആണ്. സോ രണ്ട് മാറിപ്പോരുത്. ഇത് കോൺസ്പീഷ്യസ് നെസസിറ്റീസ് ആണ്. ഇപ്പം നോക്കാൻ പോകുന്ന സിറ്റുവേഷൻ നെസസറീസ് ആണ്. ഓക്കെ അല്ലേ? ഡിമാൻഡ് ഫോർ നെസസറീസ്. ഇതിൽ പറയുന്നത് ദ ലോ ഓഫ് ഡിമാൻഡ് ഡസ് നോട്ട് അപ്ലൈ മച്ച് ഇൻ കേസ് ഓഫ് നെസസറീസ് ഓഫ് ലൈഫ്. ലൈഫിൽ നീഡായിട്ടുള്ള നെസസറീസ് ആയിട്ടുള്ള ഐറ്റത്തിൽ ലോ ഓഫ് ഡിമാൻഡ് അപ്ലൈ ചെയ്യില്ല. സോ ഏത് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്താലും നമ്മളൊരു മിനിമം ക്വാണ്ടിറ്റി ഓഫ് നെസസറീസ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. സോ അങ്ങനത്തെ സിറ്റുവേഷനാണ് ഇവിടെ പറയുന്നത്. ഈ മെഡിസിൻസിൻ്റെ പ്രൈസ് കൂടിയാൽ നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള ഒരു മിനിമം ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. സോ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ആണ് പറയുന്നത്. സ്പെക്കുലേറ്റീവ് ഗുഡ്സ് മേ ബി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഈ മാർക്കറ്റ്, അതായത് ഷെയർ മാർക്കറ്റിൻ്റെ കേസൊക്കെ നോക്കുക. ഷെയർ മാർക്കറ്റിൽ എങ്ങനെയായിരിക്കും? ഷെയർ മാർക്കറ്റിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് കൂടും.
പക്ഷേ കോമൺ എങ്ങനെയായിരിക്കും, നമ്മൾ ലൈഫ് മാർക്കറ്റിൽ അല്ലെങ്കിൽ യൂഷ്വൽ ആയിട്ടുള്ള മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ആവില്ല, കുറയും. അതേപോലെ ഒരു പ്രൈസ് കുറയുമ്പോഴായിരിക്കും ഡിമാൻഡ് കൂടുന്നത്. പക്ഷേ ഈ സിറ്റുവേഷൻ നമ്മൾ എക്സെപ്ഷൻ ആണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ ഷെയറിൻ്റെ പ്രൈസ് കൂടുമ്പോഴായിരിക്കും അതിൻ്റെ ഡിമാൻഡ് കൂടുന്നത്. അതേപോലെ കുറയും, എപ്പോഴാണ് അതിൻ്റെ പ്രൈസ് കുറയുമ്പോൾ ഇത് കുറയും, ഡിമാൻഡ് കുറയും. ഇതാണ് സ്പെക്കുലേറ്റീവ് ഗുഡ്സ്. സോ ഇതാണ് ഈ സിറ്റുവേഷനിൽ പറയുന്നത്. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം നമ്മൾ നോക്കിയത് എക്സെപ്ഷൻ ആയിട്ടാണ് നോക്കിയത്. എക്സെപ്ഷൻ ടു ദ ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡിൽ മെയിനായിട്ട് പറയുന്നത് എന്താ, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. പ്രൈസ് കുറയുമ്പോഴായിരിക്കും എല്ലാ പ്രോഡക്റ്റിൻ്റെയും ഡിമാൻഡ് കൂടുന്നത്. പക്ഷേ അവിടെ ചില എക്സെപ്ഷൻ ഉണ്ട്. അതാണ് കോൺസ്പീഷ്യസ് ഗുഡ്സ്, അതായത് റിച്ച് പീപ്പിൾ, സ്റ്റാറ്റസ് സീക്കിംഗ് പീപ്പിൾ. പിന്നെ ഗിഫൻ ഗുഡ്സിൻ്റെ സിറ്റുവേഷൻ നോക്കുക, അത് മറക്കരുത്. അതിൽ ഓൾ ഗിഫൻ ഗുഡ്സ് ആർ ഇൻഫീരിയർ ഗുഡ്സ്, ബട്ട് ഓൾ ഇൻഫീരിയർ ഗുഡ്സ് ആർ നോട്ട് ഗിഫൻ ഗുഡ്സ്. സോ ആ ടേം ഓർത്ത് വെച്ചാൽ മതി, ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട. ഇത് നന്നായിട്ട് ഓർത്ത് വെക്കുക. മെയിനായിട്ട് ആ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. കോൺസ്പീഷ്യസ് നെസസിറ്റീസ് എന്ന് വെച്ചാൽ എന്താ, കോൺസ്റ്റന്റ് യൂസ് വഴി അത് ലൈഫിലെ നെസസിറ്റീസ് ആയി മാറിയ സിറ്റുവേഷൻസ് ആണ് ഇത് പറയുന്നത്. TV, AC അങ്ങനത്തെ ഒക്കെ. ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻസ് നമ്മൾ നോക്കി, ഫ്യൂച്ചറിൽ ഹൈ പ്രൈസ് ഉണ്ടാകാം. പിന്നെ ഇൻകംപ്ലീറ്റ് ഇൻഫർമേഷൻ, നമുക്കൊരു കോമൺ നോളജ് ഒന്നും ഇല്ലാതെ നമ്മൾ പോയി പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസ്. പിന്നെ നെസസറീസ്, പിന്നെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന കേസൊക്കെ. സോ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ആണ്. ഇതും ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം. സോ ഇതുവരെ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സപ്പോസ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ അത് കേട്ട് നോക്കുക. എന്തെങ്കിലും ഇത് പറയുന്നതിൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക, ഞാൻ ഷുവറായിട്ട് ചേഞ്ച് ചെയ്യാം. സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.